കരിവന്നൂർ ബാങ്കിലെ പാർട്ടി സംവിധാനങ്ങളെക്കുറിച്ച് അറിയില്ല എന്ന് കെ രാധാകൃഷ്ണൻ ഇഡിയോട് പറയുന്നു. ബാങ്കിലെ ഡയറക്ടർ ബോർഡിനപ്പുറം പാർട്ടി സംവിധാനങ്ങളെക്കുറിച്ച് അറിയില്ല. ആരോപണം ഉന്നയിച്ച മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി കെ ചന്ദ്രൻ അസുഖബാധിതനായിരുന്നാൽ കാര്യമായ ചുമതലകൾ നൽകിയിരുന്നില്ലെന്നും അദ്ദേഹം മൊഴി കൊടുത്തു. രാധാകൃഷ്ണനെ വീണ്ടും വിളിച്ചു വരുത്തേണ്ട സാഹചര്യമില്ലെന്നാണ് ഇഡിയുടെ തീരുമാനം. ചെയ്യേണ്ടതുണ്ടായിരുന്നു. പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടും അതുപോലെ ഇന്ത്യൻ പാർലമെന്റിൽ ഇടപെടേണ്ട കാര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിനുശേഷം അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എത്താമെന്ന് ഇഡിയോട് നമ്മൾ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 8-ാം തീയതി ഇന്നലെ ഇഡിയുടെ മുൻപിൽ ഹാജരാകുകയുണ്ടായി. ഈ പറഞ്ഞ പോലെ അവിടുത്തെ 8 മണിക്കൂർ 10 മണിക്കൂർ എന്നൊക്കെ ഓരോരുത്തരിങ്ങനെ അതിങ്ങനെ പറയാൻ വേണ്ടി അത്ര എന്താ വെച്ചാൽ മൊഴി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ പല ക്വസ്റ്റ്യൻസും ഉണ്ടാവും. സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻസ് അവർ പറയും, അത് നമ്മൾ എഴുതിയെടുക്കുകയും അതിന്റെ റിപ്ലൈ നൽകുന്നതും എഴുതി കൊടുക്കുകയും ചെയ്യണം. അങ്ങനെയാണ്. പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായില്ല. ഞാൻ അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് റിപ്ലൈ നൽകി. അതുകൊണ്ടാണ് കുറച്ചും കൂടി അവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാമായിരുന്നു 14 മണിക്കൂർ അല്ലെങ്കിൽ 22 മണിക്കൂർ ചോദ്യം ചെയ്തൊന്നും എഴുതാമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇംഗ്ലീഷ് തന്നെ ടൈപ്പ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞതുകൊണ്ട് കുറച്ചുകൂടി വേഗം. പിന്നെ ത്രൂ ഔട്ട് ചോദ്യം ചെയ്യൽ പോയി സാധാരണഗതിയിൽ ചോദ്യം ചെയ്യാന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്ന പോലെയാണെന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ. അന്ന് വ്യത്യസ്തമായിട്ടാണ്. ഓരോ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇൻവോൾവ്മെന്റ് എന്താണ് അതിൽ എന്നുള്ളതാണ് അവർക്ക് അറിയേണ്ടത്. എന്റെ ഡീറ്റെയിൽസ് എല്ലാം നേരത്തെ തന്നെ ഞാൻ കൊടുത്തിരുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. അതായത് ഞാൻ ഇന്നലെ പോകുമ്പോൾ കൊണ്ടുപോകല്ലേ ഇത്, നേരത്തെ തന്നെ എന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ്, എന്റെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ്, അതുപോലെ പാൻ കാർഡ്, ആധാർ കാർഡ്, പാസ്പോർട്ടിന്റെ കോപ്പി, ഇതെല്ലാം അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അവർക്ക് പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ. അപ്പോൾ പരിശോധിച്ചതിന് ശേഷം അത് സംബന്ധിച്ച് യാതൊരു ചോദ്യവും ചോദിച്ചില്ല. അവർ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് അത് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു. പിന്നീട് പാർട്ടിയുടെ ഇടപെടൽ ഈ കരിവന്നൂർ ബാങ്കിൽ പ്രത്യേകിച്ച് DC-യുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലിനെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു. അതിൽ അവിടെ അക്കൗണ്ട് തുടങ്ങി, പാർട്ടി DC-യുടെ അക്കൗണ്ട് അവിടെ തുടങ്ങി എന്നുള്ള ഒരു കാര്യമാണ് അവർ ചോദിച്ച് മനസ്സിലാക്കുന്നത്. അതുപോലെ പാർട്ടിയുടെ തീരുമാനമനുസരിച്ചുകൊണ്ടാണ് കീഴ്ഘടകങ്ങളിൽ അക്കൗണ്ട് തുടങ്ങുന്നത് എന്നുള്ള ചോദ്യമാണ്. അതിന് രണ്ടിനും കൃത്യമായിട്ടുള്ള ഞാൻ മറുപടി കൊടുത്തു. പാർട്ടി കീഴ്ഘടകങ്ങൾ, അതായത് ബ്രാഞ്ചിനോ ലോക്കൽ കമ്മിറ്റിക്കോ ഏരിയ കമ്മിറ്റിക്കോ ജില്ലാ കമ്മിറ്റിക്കോ സംസ്ഥാന കമ്മിറ്റിക്കോ ഒക്കെ തന്നെ അക്കൗണ്ട് തുടങ്ങാൻ സ്വതന്ത്രമായിട്ടുള്ള അധികാരമുണ്ട്. ആ കാര്യം ഞാൻ അവരോട് വ്യക്തമാക്കി. അതിൽ പാർട്ടി മേൽക്കമ്മിറ്റിയുടെ നിർദ്ദേശത്തിന്റെ ആവശ്യമില്ല. എന്നാൽ പാർട്ടിക്ക് ഒരു വസ്തു വാങ്ങുകയാണെങ്കിൽ, പർച്ചേസ് നടത്തുകയാണെങ്കിൽ അത് നിർബന്ധമായിട്ടും മേൽക്കമ്മിറ്റി അറിഞ്ഞിരിക്കണം. അതെന്തുകൊണ്ടെന്നാൽ ബ്രാഞ്ചിന് ഓഫീസിന് വേണ്ടി സ്ഥലം മേടിച്ചു, അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിക്ക് മേടിച്ചു, ഏരിയ കമ്മിറ്റിക്ക് മേടിച്ചു, ജില്ലാ കമ്മിറ്റിക്ക് മേടിച്ചു. അപ്പോൾ അത് വാങ്ങുന്ന സമയത്ത് താഴെ കമ്മിറ്റിയുടെ പേരിലാണ് വാങ്ങിയെങ്കിൽ അതൊരു പക്ഷേ ആ താഴെ കമ്മിറ്റിയിലുള്ള ആളുകൾക്ക് എന്തും ചില സമയത്ത് സംഭവിക്കാം. ഒന്നുമില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ഈ സ്വത്ത് നഷ്ടപ്പെടാതിരിക്കണം. കാരണം ഇത് പാർട്ടി അംഗങ്ങളിൽ നിന്നും ജനങ്ങൾ